ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്ന് കുട്ടികളെ ഇപ്പോൾ സ്കൂൾ തലം മുതൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് കുറവുണ്ടോ? ഈ ബാഡ് ടച്ചിനെ കുറിച്ചൊന്നും പഠിപ്പിക്കാതിരുന്ന ഒരു കാലത്ത് പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് കൂടി അറിയണം. കുട്ടിക്കാലത്ത് നേരിട്ട ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് നടി വരലക്ഷ്മി ശരത് കുമാറാണ്. കുട്ടിക്കാലത്ത് തന്നെ 5-6 പേർ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരലക്ഷ്മി തുറന്നു പറഞ്ഞത്. ഒരു ചാനലിലെ റിയാലിറ്റി ഷോയിൽ ജഡ്ജായി എത്തിയപ്പോൾ വരലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു തമിഴ് ചാനലിലെ ഡാൻസ് റിയാലിറ്റി ഷോയിൽ ജഡ്ജായി എത്തിയപ്പോഴായിരുന്നു വരലക്ഷ്മിയുടെ തുറന്നു പറച്ചിൽ. ഷോയിലെ മത്സരാർത്ഥികളിൽ ഒരാൾ കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വരലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ അനുഭവവും പങ്കിട്ടത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഒരു കാര്യം അറിയാമോ? നിന്റെ സ്റ്റോറി എന്റെയും സ്റ്റോറിയാണ്. എല്ലാവരും വിചാരിക്കും ഞങ്ങൾ സ്റ്റാർ ഫാമിലിയാണ്, അതുകൊണ്ട് ഇതൊന്നും നടക്കില്ലെന്ന്. കഷ്ടപ്പാട് തന്നെയാണ്. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളെ നോക്കാൻ മറ്റൊരാളുടെ അടുത്താക്കും. അവർ നല്ലവരാണെന്ന് കരുതിയാണ് കുട്ടികളെ ആരുടെയെങ്കിലും അടുത്ത് നോക്കാൻ ഏൽപ്പിക്കുന്നത്. ആ സമയത്ത് എന്നെ 5-6 പേർ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ട്രോമയിൽ നിന്നെല്ലാം ഞാൻ കരകയറി. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മനസ്സിലാകുന്നത്. മത്സരാർത്ഥിയോട് ഇങ്ങനെ വികാരാധീനയായാണ് വരലക്ഷ്മി പറഞ്ഞത്. കുട്ടികളെ ഗുഡ് ബാഡ് ടച്ചുകൾ മാതാപിതാക്കൾ പഠിപ്പിക്കണമെന്നും വരലക്ഷ്മി ഷോയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നടൻ ശരത് കുമാറിന്റെയും ഛായയുടെയും മകളാണ് വരലക്ഷ്മി ശരത് കുമാർ. അച്ഛന്റെ പാതയിലൂടെ വരലക്ഷ്മിയും സിനിമയിലേക്ക് എത്തുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വരലക്ഷ്മി ശരത് കുമാറിന്റെ വിവാഹം. മുംബൈ സ്വദേശിയായ ആർട്ട് ഗാലറിസ്റ്റ് നിക്കോളായ് സച്ദേവാണ് താരത്തിന്റെ ഭർത്താവ്. ന്യൂസ് 18 ചെന്നൈ.